ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പാണ്, ഒരു വെജിറ്റേറിയൻ സൂപ്പ്. വ്യത്യസ്തമായിട്ട് മുരിങ്ങ ഇലയാണ് നമ്മൾ ഇപ്രാവശ്യം ആ സൂപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് മുരിങ്ങ ഇല സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ വയ്ക്കാം. കടായി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സ്റ്റൗ കത്തിച്ചു. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് നല്ലപോലെ ഉരുകട്ടെ. ബട്ടർ ഉരുകിയ ശേഷം ഇത് ഒരു 4 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച പൊടിയാണ്. അത് കുറച്ച് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഈ വറ്റൽമുളക്, അതായത് മുളകൊന്ന് ചതച്ചത്, ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച മുരിങ്ങയില മുരിങ്ങയിലയും ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ലൈറ്റായിട്ട് വഴറ്റിയാൽ മതി. കാരണം ഒരുപാട് വഴണ്ട് വന്നാൽ അത് ഒരുമാതിരി ആയി പോവും. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറാത്ത പോലെ വളരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒന്ന് വാടിയാൽ മതി. ഒന്ന് വാടി ഇലയെല്ലാം ഒന്ന് ചുരുങ്ങി ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ ചേർത്താണ് വഴറ്റുന്നത്. ഈ നിറം മാറാതെ നോക്കണം. ഒരുപാട് ആ ഗ്രീൻ കളർ മാറുന്നതിന് മുൻപ് തന്നെ നിറം മാറുന്നതിന് മുൻപ് തന്നെ ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. കുറച്ച് സ്വീറ്റ് കോൺ കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമില്ല, പക്ഷെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനിത് കുറച്ച് ചേർക്കുകയാണ്. മുരിങ്ങയില മാത്രം സൂപ്പ് ഉണ്ടാക്കിയാലും നന്നായിരിക്കും, പക്ഷെ ഇന്ന് ഞാനിതൊന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. വെള്ളമൊക്കെ ഒഴിച്ച് ഒരു സൂപ്പ് ഒന്ന് നല്ലപോലെ തിളയ്ക്കണം. ഇനി തിളച്ച് കുറച്ച് മുരിങ്ങയിലെല്ലാം നല്ലപോലെ വെന്ത് വരണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയി. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. മുരിങ്ങ ഇലയും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള സ്വീറ്റ് കോണും പിന്നെ ആ സൂപ്പിനുള്ള വെള്ളവും എല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് നന്നായി തിളക്കട്ടെ. മുരിങ്ങ ഇല കുറച്ച് വേവണമല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം മുരിങ്ങ ഇലയെല്ലാം വെന്ത് തുടങ്ങി. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ സൂപ്പ് വെന്ത് പാകമായി കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ക്ലിയർ സൂപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ചെറിയൊരു കൺസിസ്റ്റൻസി, ഒരു തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടി കുറച്ച് 1 സ്പൂണ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും കുറച്ചൊന്ന് തിക്കാവും ഈ ഒരു സൂപ്പ്. അപ്പം ഈ സൂപ്പിന് കുറച്ച് നല്ല എരിവാണ്, അത് കുറച്ച് എരിവുള്ള സൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നല്ലപോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ സൂപ്പ് മാറ്റി വയ്ക്കാം. ഇവിടെ ചെറുതായിട്ടൊരു ഇത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ ചെറിയുള്ളി, ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇതിനെ ഇതിലേക്ക് അവസാനം ഒന്ന് താളിച്ചു കൊടുക്കാം. ഇത് ബട്ടറിൽ തന്നെ ചെയ്യാം. കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ നല്ലപോലെ ഉരുകി. ഇനി ഇതിലേക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയുള്ളിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ ചെറിയുള്ളി ചുവന്ന് മൂത്ത് കഴിഞ്ഞു. ഇത്രയും മതി. നമുക്കിനി ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഈ സൂപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, സൂപ്പ് റെഡിയായി. ഈ കടായിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ളത് അതിലേക്ക് ചേർത്ത്
ഇപ്പം നമ്മുടെ മുരിങ്ങയില സൂപ്പ് റെഡി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് വേണ്ടതുപോലെ ഉപയോഗിക്കാം. ചൂടുള്ള മുരിങ്ങയില സൂപ്പ് റെഡി. ഇത് ചൂടോടെ കുടിക്കണം. ചൂടോടെ കുടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല നല്ല കോൾഡൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു മുരിങ്ങയില സൂപ്പ് വെച്ച് കുടിച്ചാൽ കോൾഡ് ഉടനെ നമ്മളെ വിട്ടുപോകും. അതുമാത്രമല്ല നല്ല ബോഡി പെയിൻ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാം. വളരെ നല്ലൊരു സൂപ്പാണ്. ബോഡി പെയിനൊക്കെ നല്ലതാണ്. വെരി ടേസ്റ്റി, നല്ല ടേസ്റ്റാണ്. മുരിങ്ങയിലയൊക്കെ കടിച്ച് നല്ലപോലെ കഴിക്കണം. ഒന്നും കളയരുത്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പാണ്. ഇടയ്ക്ക് ഇതെല്ലാം അവർക്ക് കൊടുത്ത് അവരെ കുറച്ച് നല്ല എനർജറ്റിക് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പ്രത്യേകിച്ച് ഇതിൽ ഞാൻ ഇന്നൊരു പുതിയൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് സ്വീറ്റ് കോൺ, സാധാരണ ഉപയോഗിക്കാറില്ല, ചേർത്താ ചെയ്തിരിക്കുന്നത്. ചെയ്ത് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയൂ. ഓക്കെ, ഇനി ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.